ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് ടു സ്റ്റേറ്റ് ഡിവൈസസ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അത് വെച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസസുകൾ അതൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലേ. ആൻഡ്, ഓർ, നോട്ട്, നോർ, നാൻഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഏതൊക്കെ ഡിവൈസസുകളാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ടു സ്റ്റേറ്റ് ഡിവൈസസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ലോജിക്. ശ്രദ്ധിക്കുക, ടു സ്റ്റേറ്റ് ഡിവൈസസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ലോജിക്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് ഇപ്പൊ പരിചിതമായിരിക്കും അല്ലെ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രപ്പോസിഷൻ തന്നെയാണ്. അതിനാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ലോജിക് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കാം. The statement logic is called two valued. എപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കിനെ നമുക്ക് ടു വാല്യൂഡ് എന്ന് പറയാൻ പറ്റുക? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലോജിക്കിനെ ടു വാല്യൂഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, because we admit only those statements having a truth value, true or false. ഇനി ട്രൂത്ത് വാല്യൂ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള കാര്യമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ അത് സെറ്റ് ആയിരിക്കും അല്ലെ. ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന് അറ്റ് എ ടൈം വരാൻ പോകുന്ന രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താകാം, ട്രൂ ആകാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താകാം, ഫോൾസ് ആകാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഡിവൈസസിനെ നമ്മൾ എന്ത് പറയുന്നത്, ടു സ്റ്റേറ്റ് ഡിവൈസസ് അല്ലെങ്കിൽ ടു വാല്യൂഡ് എന്ന് പറയാനുള്ള മെയിൻ കാരണം. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. A similar situation exists in various electrical and mechanical devices. കറക്റ്റ് ശ്രദ്ധിക്കുക. കുറെ ഇലക്ട്രിക്കലിലും മെക്കാനിക്കൽ ഡിവൈസസിലും ഇതേപോലെയുള്ള ട്രൂ ഓർ ഫോൾസ് വരുന്ന രീതിയിലുള്ള കുറെ സിറ്റുവേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. which are assumed to be in one of two possible configuration. For this reason they are called two state devices. അപ്പൊ നമുക്ക് ശരിക്കും ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ ഈ നമ്മുടെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസുകൾ സ്റ്റേറ്റ്മെന്റ് ലോജിക് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് അതിന് രണ്ട് ഔട്ട്കംസ് ആണ് ഉണ്ടായിരിക്കുക, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ടു വാല്യൂഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലോജിക് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ടു സ്റ്റേറ്റ് ഡിവൈസസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കിൽ തന്നെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് തിയറി പാർട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കണക്ഷനിലേക്ക് കടക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. We give several examples of such commonly used or known devices. നമുക്ക് അറിയുന്നതോ അല്ലെങ്കിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതോ ആയ ഡിവൈസസുകളെ കുറിച്ചാണ് നമ്മൾ ഏതിന് പറയാൻ പോകുന്നത്, ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. And then show their connection to ടു വാല്യൂഡ് ലോജിക്. അതായത് നമ്മൾ കുറച്ച് ഡിവൈസുകളെ പറയും, അതിന്റെ കുറച്ച് കണക്ഷൻ ഡയഗ്രവും കാര്യങ്ങളൊക്കെ പറയും, അതിന്റെ ട്രൂത്ത് ടാബിൾ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഏതിലേക്കാണ് പറയുക, ടു വാല്യൂഡ് ലോജിക്കിൽ വരുന്ന ഡിവൈസുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുക. ശ്രദ്ധിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ടു വാല്യൂഡ് ലോജിക് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളി പറയുവാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച്, ആ ഒരു കാര്യം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. An electrical switch is used for turning on and turning off an electrical light. ഒരു ഇലക്ട്രിക്കൽ ലൈറ്റിന് ഇപ്പൊ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈറ്റ് കത്തും അല്ലെ. അവിടെ എന്ത് ചെയ്തു, ഒരു ആക്ഷൻ നടന്നു, അടുത്തത് സ്വിച്ച് ഓഫ് ആക്കിയാൽ ലൈറ്റ് ഓഫ് ആകും. അങ്ങനെ രണ്ട് സ്റ്റേറ്റിൽ മാത്രമേ ആ കാര്യങ്ങൾ അവിടെ നടക്കുള്ളൂ. which is a two state devices. അപ്പൊ ഇലക്ട്രിക്കൽ സ്വിച്ചും ഇലക്ട്രിക്കൽ ബൾബും തമ്മിൽ എന്താണ്, ടു സ്റ്റേറ്റ് ഡിവൈസസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലി ഒരു ടു സ്റ്റേറ്റ് ഡിവൈസിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാല് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതെന്താ? നെക്സ്റ്റ് ശ്രദ്ധിക്കുക. A general discussion of such devices can be replacing the word switch. സ്വിച്ചിനെ നമ്മൾ ഗേറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് യൂസ് ചെയ്യാൻ പോകുന്ന വേർഡാണ് ഗേറ്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് കുറെ ടൈം ആ വേർഡ് പറഞ്ഞു പോയിട്ടുണ്ട്. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞു പോയിട്ടില്ലേ. അപ്പൊ നമ്മൾ കോമൺലി ഇനി യൂസ് ചെയ്യുക ഗേറ്റ് എന്നാണ്. അത് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ടു മീൻ എ ഡിവൈസ് വിച്ച് പെർമിറ്റ്സ് ഓർ സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസൊക്കെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എന്താ പറയുക, ഇപ്പൊ ഒരു ബാറ്ററിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യും, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ശരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇവിടെ ഇപ്പൊ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്ത് ഇൻഫോർമേഷൻ ആയിക്കോട്ടെ അതിലൂടെ പോകുന്ന അല്ലെങ്കിൽ ആ ഡിവൈസസിലൂടെ പോകുന്ന ഏത് ഇൻഫോർമേഷനും എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ ശ്രദ്ധിക്കുക.
to mean a device which permits or stops the flow of not only electric current but any quantity that can be go to the devices such as informations, water, etc. അപ്പം ആ ഡിവൈസിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് മീൻ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് കുറെ തിയറിയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഡയഗ്രത്തിലേക്കൊക്കെ കടക്കാൻ പോവാണ്. കറക്റ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയാനുള്ള കാര്യം ശ്രദ്ധിക്കുക. The state of switch and lamp can be represented as follows. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ സ്വിച്ചിന്റെയും ലാമ്പിന്റെയും ഒരു ടു സ്റ്റേറ്റ് ഡിവൈസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കറക്റ്റ് ശ്രദ്ധിക്കുക. Let us denote the statements. Let us denote the statements. നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ ഡിനോട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, പിയും ക്യൂവും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് the switch is closed. The switch എന്ന് പറയുന്നത് പി, സോറി, the switch P is called, sorry, the switch P is closed. Q എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കുന്നു, the lamp S is on. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. നോക്കുക, നമുക്ക് സ്വിച്ച് ലാമ്പ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മുടെ ഡിവൈസ് ടു സ്റ്റേറ്റ് ഡിവൈസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താ എടുത്തിരിക്കുന്നത്, ദ സ്വിച്ച് പി ഈസ് ക്ലോസ്ഡ്. ക്യൂ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് ദ ലാമ്പ് എസ് ഈസ് ഓൺ. ഇനി നമ്മൾ എന്ത് പറയാൻ പോവാണെന്നറിയോ, അതിന്റെ ശരിക്കും ഡയഗ്രാം പറയാൻ പോവാണ്. ആ ഡയഗ്രാം ശ്രദ്ധിക്കുക നിങ്ങൾ. എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണ്, ഒരു ബാറ്ററി വേണം അല്ലെ. ഇതാണ് നമ്മുടെ ബാറ്ററി. എവിടെ എഴുതണേ, ഇത് നമ്മുടെ ബാറ്ററിയാണ്. ഫസ്റ്റ് ഒരു ബാറ്ററി വേണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബാറ്ററിനെ ഒരു സ്വിച്ചുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ബാറ്ററി സ്വിച്ച്. പിന്നെ നമുക്ക് സ്വിച്ചും ബൾബും അല്ലേ വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബൾബ് പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ബാക്കി പോർഷൻ എന്ത് ചെയ്യുന്നു, എർത്ത് ചെയ്യുന്നു. എർത്ത് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയും. ഇവിടെ എഴുതുന്നുണ്ട് ഗ്രൗണ്ട് ചെയ്യാൻ നമ്മൾ പറയും. ഇതെന്താണ്, ബൾബാണ് അല്ലെങ്കിൽ ലാമ്പ് എന്ന് പറയാം. ഇതെന്താണ്, സ്വിച്ച് ആണ്. സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് പി ആണ്, ബൾബിന് എസ് ആണ്. ഈ ഡയഗ്രാം നിങ്ങൾ കറക്റ്റ് നോക്കുക. എന്തൊക്കെയാണ് ആ ഡയഗ്രത്തിലുള്ളത്, ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്, പിന്നെ സ്വിച്ച് ഉണ്ട്, പിന്നെ ബൾബ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന എക്സ്ട്രാ കറന്റിനെ എന്ത് ചെയ്യുമെന്ന മീനിങ്, എർത്ത് ചെയ്യുമെന്ന മീനിങ്. അതായത് സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റിനെ എന്ത് ചെയ്യാൻ, നിയന്ത്രിക്കുക. അത് മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ സ്വിച്ചും ഈ ബൾബും തമ്മിലുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ആ സ്വിച്ചും ബൾബും തമ്മിലുള്ളത് നോക്കുക. ഇവിടെ ഇപ്പൊ സ്വിച്ച് ഓൺ ആണ്, അതായത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല, സ്വിച്ച് ഓൺ ആണ്, ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ തമ്മിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വിച്ച് ക്ലോസ് ആക്കണം. ക്ലോസ് ആക്കണം മീൻസ് ഇത് നമ്മൾ ഫിഗറിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുട്ടിക്കുവാണ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് ഫിഗറിലല്ല പറയുകയാണെങ്കിൽ സ്വിച്ച് ക്ലോസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുക. ഈ സ്വിച്ച് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. സ്വിച്ച് ക്ലോസ് ചെയ്താല് കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്താൽ ബൾബ് കത്തും. ഇനി സ്വിച്ച് ഇപ്പൊ നിലവിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്വിച്ച് ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, നമ്മളുടെ ബൾബ് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാം, ഇതെങ്ങനെ ഓണും ക്ലോസും. ഇവിടെ ഇപ്പൊ ടച്ച് ചെയ്യാണ്ടല്ലേ വെച്ചിട്ടുള്ളത് ഈ രണ്ട് പോയിന്റ്. ഇതുകൊണ്ട് ഇതിന് എന്ത് പറയും, സ്വിച്ച് ഓൺ ആണ്. ശരിക്കും നമ്മളുടെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ കറണ്ട് പോകുമല്ലേ വേണ്ടേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകും. അത് ശരിക്കും നമ്മളുടെ വീടുകളിലെ കാര്യമാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്താലാണ് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ കൊടുക്കും അല്ലെങ്കിൽ വേറൊരു പോയിന്റ് വെച്ച് നമ്മൾ ഇത് രണ്ട് കണക്ട് ചെയ്യും. ഇത് രണ്ട് കണക്ട് ചെയ്താലാണ് നമ്മുടെ കറണ്ട് പോകുക. അതായത് അത് ക്ലോസ് ചെയ്താലാണ് കറണ്ട് പാസ് ചെയ്യുക. ഇവിടെ ഇപ്പൊ സ്വിച്ച് നിലവിൽ ഓൺ ആണ്, അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഇപ്പം കറണ്ട് പാസ് ചെയ്യില്ല. അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. പാസ് ചെയ്ത പാട് നമ്മുടെ ബൾബ് എന്ത് ചെയ്യും, ലൈറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് സ്റ്റേറ്റ് ഓഫ് സ്വിച്ച് പി. സ്വിച്ച് പിന്റെ സ്റ്റേറ്റും പറയാൻ പോകുവാണ്. സ്റ്റേറ്റ് ഓഫ് ബൾബ്
എസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വെറുതെ ജസ്റ്റ് കോളം വരച്ചൊന്ന് നോക്കാൻ പോവാണ്. ഇതിന്റെ രണ്ടിന്റെ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. സ്വിച്ച് പി എന്ത് ചെയ്യുന്നു, ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ സ്വിച്ച് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്തു വിചാരിക്കുക. ഇത് ഓക്കെ, അത് ക്ലോസ് ചെയ്തു. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പോസിറ്റീവ് സൈഡ് ടു നെഗറ്റീവ് സൈഡ് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമിൽ ഈ ബൾബ് എന്ത് ചെയ്യും, നമ്മുടെ ഓൺ ആകും. ഓക്കെ, എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ ബൾബ് എന്തായി, ഓൺ ആയി. നേരെ തിരിച്ച് ഞാൻ സ്വിച്ച് എന്താക്കി, ക്ലോസ് അല്ലാണ്ട് സ്വിച്ച് ഞാൻ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കി, ക്ലോസ് അല്ലാത്ത രീതിയിൽ ഓപ്പൺ ആക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബൾബിലേക്ക് കറണ്ട് പോകില്ല. അപ്പം ബൾബ് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ് ആണ് വരിക. ക്ലോസ്ഡ് ആയിരിക്കും ഓൺ വരും, ഓപ്പൺ ആയിരിക്കുമ്പോൾ ഓഫ് ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, സ്വിച്ചിൽ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അതായത് സ്റ്റേറ്റ്, ടു വാല്യൂഡ് ലോജിക് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണമാണിത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെ ഇനി നമ്മുടെ ലോജിക് ടാബിൾ വെച്ചിട്ട് പറയാൻ പോവാണ്. നമ്മളുടെ ലോജിക് ടാബിളിൽ നമുക്ക് എന്തെടുക്കാം, പിയും എടുക്കാം എസും എടുക്കാം. പിക്കും എസിനും എന്തൊക്കെ വരും നോക്കാം അല്ലെ. അപ്പൊ പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പി ക്ലോസ് ചെയ്യുന്നു. ഇപ്പൊ ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് മീനിങ്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലൂടെ എന്ത് പോകുള്ളൂ, കറണ്ട് പോകുള്ളൂ. അപ്പൊ നമ്മൾ പി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു എടുത്തത്, ദ സ്വിച്ച് പി ഈസ് ക്ലോസ്ഡ്. പി ക്ലോസ്ഡ് ആണെന്നുള്ളതാണ് നമ്മൾ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മളുടെ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇപ്പൊ ട്രൂ ആണെന്ന് വിചാരിക്കുക. അതായത് പി ക്ലോസ് ചെയ്തു. പി ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവിടെ 1 കൊടുത്തു. പി ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ലൈറ്റ് കത്തി അല്ലെ, അതും എന്താണ് 1 കൊടുക്കുക. അപ്പം നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു, അവിടെ ലൈറ്റ് കത്തി. ഇനി സ്വിച്ച് ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ 0 കൊടുക്കുക. അപ്പൊ ലൈറ്റ് എന്ത് ചെയ്യില്ല, കത്തില്ല, അവിടെയും 0 കൊടുക്കുക. നമ്മൾ നേരത്തെ ട്രൂ ഓർ ഫോൾസ് വെച്ച് പറഞ്ഞ സെയിം കാര്യം ഇനി 1ഉം 0 എന്ന് പറഞ്ഞ എന്താ പറയാ, ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുക, 1ഉം 0. അപ്പൊ ഇതാണ് നമ്മുടെ ട്രൂത്ത് ടാബിൾ. ഏതിന്റെ ട്രൂത്ത് ടാബിളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്വിച്ചും ഒരു ബൾബും ഒരു സർക്യൂട്ടിൽ വരുമ്പോഴുള്ള ട്രൂത്ത് ടാബിളാണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരിക്കലും നമുക്ക് 1ഉം 0 എന്ന് വരില്ല. അതായത് സ്വിച്ച് ഇട്ടത് കൊണ്ട് ബൾബ് കത്താതിരിക്കുന്നില്ല, നേരെ തിരിച്ച് ഓപ്പൺ ആക്കി വെച്ചാല് ബൾബ് കത്തുകയില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോസിബിലിറ്റി അവിടെ വരാത്തത്. ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് മൈൻഡിൽ വെക്കണം അല്ലെ. ഇവിടെ ഇപ്പൊ നമ്മൾ സ്വിച്ച് ഇട്ടു, അപ്പൊ 1 വന്നു. ഇവിടെ ലൈറ്റ് കത്താതിരുന്നാലല്ലേ 0 വരുക. സ്വിച്ച് എവിടെയൊക്കെ ഇടുന്നോ നമുക്ക് എന്തായാലും അവിടെ എന്ത് ചെയ്യണം, ലൈറ്റ് കത്തണം. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ എന്ത് ചെയ്യില്ല, വരില്ല. നേരെ തിരിച്ച് സ്വിച്ച് ഇടാണ്ട് എന്നത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ലൈറ്റ് കത്തില്ല.